എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി ഫിസിക്സിൻ്റെ മൊഡ്യൂൾ 3 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ പാർട്ട് 4 ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഫ്ലൂയിഡ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ സിലബസ്. ഇതിനകത്ത് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, ഹുക്സ് ലോ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ബെൻഡിങ് ഓഫ് ബീംസ്, കാന്റിലിവർ, ടോർഷൻ, സ്റ്റാറ്റിക് ടോർഷൻ, ടോർഷണൽ ഓസിലേഷൻ, ഇത്രയും പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബെൻഡിങ് ഓഫ് ബീംസ് യൂണിഫോം നമ്മൾ ഡിസ്കസ് ചെയ്ത്, നോൺ യൂണിഫോമും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സർഫസ് ടെൻഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് നോക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ടേംസ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകാം. നമുക്ക് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആണ്. ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാൻ പറ്റും. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ആ നോർമൽ ഫോഴ്സിനെ ത്രസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് കൊടുക്കാം പ്രഷർ. ഈ ഒരു ചാപ്റ്ററിൽ പർട്ടിക്കുലർലി ഈ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. നോക്കാം, അവിടെ ത്രസ്റ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന ന്യൂട്ടൺ വരും, ഏരിയയുടെ മീറ്റർ സ്ക്വയർ വരും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷറിന്റെ മറ്റൊരു യൂണിറ്റ് പാസ്കൽ ആണ്. അതിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് കൺവേർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. 3 പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഉണ്ട്. ഒന്ന് അറ്റ്മോസ്ഫിയർ ആണ്. 1 ATM എന്ന് പറയുന്നത് 1.01325 × 10⁵ പാസ്കൽ ആണ്. ഒരു ബാർ എന്ന് പറയുന്നത് 10⁵ പാസ്കൽ ആണ്. ഒരു ടോർ എന്ന് പറയുന്നത് 133 പാസ്കൽ ആണ്. ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ സർഫസിന്റെ മുകളിൽ ഒരു വളരെ വലിയ ഒരു കോളം ഓഫ് എയർ ഉണ്ട്. ആ കോളം ഓഫ് എയർ എക്സർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഉയരം കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ആസ് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. നെക്സ്റ്റ്, ബിയോൺസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി കംപ്ലീറ്റ്ലിയോ അല്ലെങ്കിൽ പാർഷ്യലിയോ നമ്മൾ വെള്ളത്തിൽ ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു അപ്ത്രസ്റ്റ് ഉണ്ടാവും, ഒരു ത്രസ്റ്റ് ഉണ്ടാവും. അത് ഡൗൺവേർഡ് ത്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും വെള്ളത്തിൽ നിന്ന് മുകളിലോട്ടുണ്ടാവുന്ന അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ ബോഡി ഒരു റിസൾട്ടന്റ് അപ്ത്രസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യും. ആ റിസൾട്ടന്റ് അപ്ത്രസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ബിയോൺസി അല്ലെങ്കിൽ ബിയോണ്ട് ഫോഴ്സ് എന്ന് പറയും. അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. നെക്സ്റ്റ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ്? ബിയോണ്ട് ഫോഴ്സ് റിലേറ്റ് ചെയ്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഒരു ബോഡി കംപ്ലീറ്റ്ലിയോ അല്ലെങ്കിൽ പാർഷ്യലിയോ നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഒരു റിസൾട്ടന്റ് അപ്ത്രസ്റ്റ് ആ ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്നു. ആ റിസൾട്ടന്റ് അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ്. ഇപ്പോൾ മറ്റേ രാജാവിൻ്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? കിരീടത്തിന്റെ ഭാരം കണ്ടുപിടിക്കാനായിട്ടുള്ള കഥ. ഇതേപോലെ വെള്ളത്തിലിട്ട് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് വെച്ചിട്ടാണ് അത് പറഞ്ഞത്. ശരിയല്ലേ? നെക്സ്റ്റ്, ഫ്ലോട്ടിംഗ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് എ ബോഡി ഈസ് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ദ ബോഡി ഫ്ലോട്ട്സ് ഓൺ ദ ലിക്വിഡ്. ലോ ഓഫ് ഫ്ലോട്ടേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് വഴിയെ പറയാം. നെക്സ്റ്റ്, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ശ്രദ്ധിക്കണം. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ഫ്ലൂയിഡ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ് സക്സസീവ് ലെയേഴ്സ്. അതിൻ്റെ സക്സസീവ് ലെയേഴ്സിലുള്ള റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അതിന് ഫ്ലോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണം എന്താണ്? ഹണി, ഗ്രീസ്, ടാറ്, ഇതൊക്കെ ഫ്ലോ ചെയ്യാൻ ബുദ്ധിമുട്ട്. അതൊക്കെ ഹൈലി വിസ്കസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി വിസ്കോസിറ്റി ടെമ്പറേച്ചറിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് സിലബസിന് എടുത്ത് പറയുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ടോപ്പിക്കാണത്. വിസ്കസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഓയില്, ഹണി, ഗ്രീസ്, ടാറ്. ഈ കേസിലെല്ലാം തന്നെ എന്താണ്? റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സക്സസീവ് ലെയേഴ്സിനെ അത് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവർക്കൊക്കെ ഫ്ലോ ചെയ്യാൻ, ഈസിലി ഫ്ലോ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ മൊബൈൽ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈസിലി ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ്. വിസ്കസ് ഫ്ലൂയിഡ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മൊബൈൽ ഫ്ലൂയിഡ്സ്.
ഉദാഹരണം വാട്ടർ, കെറോസിൻ, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ മൊബൈൽ ഫ്ലൂയിഡ്സ് ആണ്. നെക്സ്റ്റ് വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്രേഡിയന്റിന്റെ കൺസെപ്റ്റ് നമ്മൾ സ്ഥിരം പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ പെർ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി പെർ ലെങ്ത് അല്ലെ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നുള്ളൊരു ഐഡിയ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? അതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കണേ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്. അവിടെ ഡി വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ലിക്വിഡും ഡി എക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസും ആണെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡി വി ബൈ ഡി എക്സ്. ഡി വി ബൈ ഡി എക്സ് ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചേക്കട്ടെ. വെലോസിറ്റി ഗ്രേഡിയന്റ് ഇനി നമ്മൾ പറയാൻ പോകുന്ന സിലബസിൽ പറയുന്ന പല കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യം വരുന്നതാണ് വെലോസിറ്റി ഗ്രേഡിയന്റ്. നോക്കണേ, ഇനി ന്യൂട്ടൺസ് ലോ. ഇവിടെ സിലബസിൽ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. നോക്കണേ, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു, അപ്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, പ്രഷർ എന്താണെന്ന് പറഞ്ഞു, ആൻഡ് പാസ്കൽസ് ലോ പറയാൻ പോകുന്നേ ഉള്ളൂ. ബിയോൺസി എന്താണെന്ന് പറഞ്ഞു, ലോ ഓഫ് ഫ്ലോട്ടേഷൻ എഫ് എൽ ഉണ്ട് കേട്ടോ ഇവിടെ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രീംലൈൻ ടർബുലന്റും ഒക്കെ നമുക്ക് പറയാം. ബെർണോളിസ് തിയറം, വിസ്കോസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ് ഇനി പറയാൻ പോകുന്നത്. ഓരോന്നും സിലബസിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഇതിന്റെ ഓർഡർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ഒന്ന് മാറ്റിയത്. ഇത് മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പറയും, പക്ഷെ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന ഓർഡറിലാണ് ഇപ്പൊ ഞാൻ എടുത്തു പോകുന്നത്. നോക്കണേ, വെലോസിറ്റി ഗ്രേഡിയന്റ് പറഞ്ഞു. ഇനി എക്സ്പ്രഷൻ ഫോർ വിസ്കസ് ഫോഴ്സ്. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നോക്കാം, വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ ഓഫ് ദ ലെയേഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ആ ലെയേഴ്സിനിടയിൽ. അപ്പൊ ലെയേഴ്സിന്റെ കഥ നമ്മൾ മുമ്പ് പറഞ്ഞു. ആ സർഫസ് ഏരിയ ഓഫ് ലെയേഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ തന്നെ വെലോസിറ്റി ഗ്രേഡിയന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പോൾ എന്താണ്? വിസ്കസ് ഫോഴ്സ് എഫ് ആയിട്ട് എടുക്കാം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ ലെയേഴ്സ്. ആൻഡ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഡി വി ബൈ ഡി എക്സ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് മാത്രം സെപ്പറേറ്റ്ലി എന്താണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ് ഈറ്റ. സോ ഈറ്റ ഇൻറ്റു എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ആ ഈറ്റനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. എന്നാണ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, ഇനി ഈ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഏരിയ 1ഉം ഡി വി ബൈ ഡി എക്സ് 1ഉം ആണെന്നുണ്ടെങ്കിൽ എന്തുവരും? ഈ ഏരിയയും ഡി വി ബൈ ഡി എക്സും 1 ആണെന്നുണ്ടെങ്കിൽ ഈറ്റ ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. ശരിയല്ലേ? ഈറ്റ ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. അതായത് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇസ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഇസ് ഈക്വൽ ടു 1 when the velocity gradient is unity. വെലോസിറ്റി ഗ്രേഡിയന്റ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിനെ ഈറ്റ എന്ന് വിളിക്കാം. ഇവിടെ കിട്ടിയോ? ഇനി യൂണിറ്റ് ഓഫ് ഈറ്റ ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഈറ്റ എന്ത് വരും? ഈറ്റ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡി വി. ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ, ഡി എക്സ് എന്ന് പറഞ്ഞാൽ മീറ്റർ, ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ഒരു എം നമുക്ക് കട്ട് ചെയ്യാം. എന്ത് വരും? ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2, താഴെയുള്ള സെക്കൻഡ് റേസ് ടു -1 മുകളിലേക്ക് വന്ന സെക്കൻഡ് ആവും. സോ മീറ്റർ റേസ് ടു -2 ആണ്. ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 സെക്കൻഡ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ യൂണിറ്റ്. ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 സെക്കൻഡ്. ഓക്കെ, ഇനി ഈ ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 എന്താണെന്ന് അറിയാം. ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 പാസ്കൽ ആണ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആയിരുന്നു. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതായത് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. അപ്പോൾ ഈ ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2ന് പകരം നമുക്ക് പാസ്കൽ കൊടുക്കാം. ആൻഡ് പാസ്കൽ സെക്കൻഡ്. പാസ്കൽ സെക്കൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊരു എക്സാമിന് ഞാൻ കണ്ട ക്വസ്റ്റൻ ആണ്. കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? അതിൽ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന ഒരു യൂണിറ്റ് പാസ്കൽ സെക്കൻഡ് എന്നാണ് കേട്ടോ. അതിനകത്ത് 3 ഓപ്ഷൻ ശരിയാണ്. അതായത് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 സെക്കൻഡ് ഓപ്ഷനിലോ തെറ്റായത് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. അതിനകത്ത് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 സെക്കൻഡ് ഓപ്ഷനിലുണ്ടായിരുന്നു, പാസ്കൽ സെക്കൻഡ് ഓപ്ഷനിലുണ്ടായിരുന്നു. പോയിസ് മറ്റൊരു യൂണിറ്റ് ആണ്. പോയിസ്
ഇതിനെ പാസ്കൽ സെക്കൻഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോയിസ്. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഒരെണ്ണം ഇതേപോലെ പാസ്കൽ സെക്കൻഡ് റൈസ് ടു -2 എന്നോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു തെറ്റായിട്ടുള്ള ഉത്തരം. ഈ പാസ്കൽ സെക്കൻഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? പോയിസ്. മറന്നു വരുതേ. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റുകൾ ഈ പോയിസ് എന്നുള്ള യൂണിറ്റ്, പാസ്കൽ സെക്കൻഡ്, ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2 സെക്കൻഡ്, ഇതൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡയമെൻഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇതിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. എന്താണ്? ന്യൂട്ടൺ മീറ്റർ റൈസ്. ഇത് യൂണിറ്റ് വെച്ചിട്ട് ഡയറക്റ്റ്ലി പറയാലോ. ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2 സെക്കൻഡ് ആണ് എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡയമെൻഷൻ കൊടുത്താൽ പോരെ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. MLT റൈസ് ടു -2 മീറ്റർ റൈസ് ടു -2 ഇൻറ്റു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം. അതായത് M ഇൻറ്റു എന്ത് വരും? സോറി, മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ലെങ്ത് ആണല്ലേ. ലെങ്ത്തിന്റെ യൂണിറ്റ് അല്ലേ മീറ്റർ. സോ അപ്പം L റൈസ് ടു -2 ആണ് വരുന്നത്. L റൈസ് ടു -2. അപ്പോൾ നോക്കിക്കേ, M ഇൻറ്റു L ഇൻറ്റു L റൈസ് ടു -2 L റൈസ് ടു -1. T റൈസ് ടു -2 ഇൻറ്റു T എന്ന് പറഞ്ഞാൽ T റൈസ് ടു -1. സോ M L റൈസ് ടു -1 T റൈസ് ടു -1. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ഡയമെൻഷൻ ഒന്നാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് ഈക്വൽ ടു h എടുത്താൽ പെട്ടെന്ന് ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഈ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ തന്നെ വലിയ പ്രയാസമൊന്നുമില്ല. MLT ആണ് ഡയമെൻഷൻ. ഈ എല്ലിനും ടിക്കും ഒരു റൈസ് ടു -1 കൊടുത്താൽ മതി. സോ ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ML റൈസ് ടു -1 T റൈസ് ടു -1. ഓക്കെ. ഇനി നമ്മുടെ സ്റ്റോക്സ് ഫോർമുല വെച്ചൊരു ഇക്വേഷൻ വരുന്നുണ്ട്. F is equal to 6 pi eta RV എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. ആ ഇക്വേഷനിൽ നമുക്ക് ഈറ്റ എടുത്താലും F/RV എടുത്താൽ നമുക്ക് പെട്ടെന്ന് ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. സ്റ്റോക്സ് ഫോർമുല എന്ന് പറയും. നമുക്ക് പഠിക്കാനുണ്ട്. F is equal to 6 pi eta RV. 6 പൈക്ക് ഡയമെൻഷൻ ഇല്ല. ഈറ്റയുടെ ഡയമെൻഷൻ എടുക്കണമെങ്കിൽ F/RV എടുത്താൽ മതി. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. MLT റൈസ് ടു -2. R എന്ന് പറഞ്ഞാൽ L, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT റൈസ് ടു -1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു L നമുക്ക് കട്ട് ചെയ്യാം. M ഇൻറ്റു താഴെയുള്ള L മുകളിൽ വന്ന L റൈസ് ടു -1 T റൈസ് ടു -2 ഇൻറ്റു T. സോ ദാറ്റ്സ് ഈക്വൽ ടു M ഇൻറ്റു L റൈസ് ടു -1 T റൈസ് ടു -1. ഇങ്ങനെ കണ്ടുപിടിച്ചൂടെ നിങ്ങൾക്ക്? ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോക്സ് ഫോർമുല. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോണം കേട്ടോ. അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് ഇക്വേഷൻ? അവിടുന്ന് ഈറ്റയുടെ ഒക്കെ ഇക്വേഷൻസ് ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോണേ. ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് വിസ്കോസിറ്റി എങ്ങനെ ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എപ്പോഴും ഓർക്കണേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിലും ലിക്വിഡിലും രണ്ട് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ലിക്വിഡിന്റെ കേസാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഫ്ലൂയിഡ്സ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. എപ്പോഴും ഓർത്തോണം, ടെമ്പറേച്ചർ കൂട്ടിയാൽ വിസ്കോസിറ്റി കുറയും. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് കുറയും? വിസ്കോസിറ്റി കുറയും. ഉദാഹരണം, ഹണി, തേൻ എടുക്കുക. തേൻ നമ്മൾ നോർമലി അത് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? വളരെ പതുക്കെയാണ്. അതിന് ലെയേഴ്സിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഹൈലി വിസ്കസ് ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളതൊന്ന് ചൂടാക്കുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും അത് എന്ത് സംഭവിക്കും? അത് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കിനും അത് കൂടുതൽ അതിൻ്റെ വിസ്കോസിറ്റി അതിന് നഷ്ടപ്പെടും. അതൊരു മൊബൈൽ ഫ്ലൂയിഡായിട്ട് മാറും. ഓക്കെ, വിസ്കോസിറ്റി കുറയും. ശരിയല്ലോ? നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. വിസ്കസ് ആയിട്ടുള്ള സാധനം ചൂടാക്കിയാൽ വിസ്കോസിറ്റി കുറയും. ശരിയല്ലേ? ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ വിസ്കോസിറ്റി ഓൺ ഈസ് ഡിഫർ ഫോർ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ്. പക്ഷെ ഗ്യാസിന്റെ കേസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയ വിസ്കോസിറ്റി കൂടും. ലിക്വിഡ്സിന്റെ കേസ് അഥവാ ഫ്ലൂയിഡ്സിന്റെ കേസ് ആണെങ്കിൽ വിസ്കോസിറ്റി കുറയും. ഫോർ ലിക്വിഡ്സ് ദ വിസ്കോസിറ്റി ഡിക്രീസസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. ഓക്കെ, ആ റിലേഷൻ അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെയാണ്. ഈറ്റ ഈസ് ഈക്വൽ ടു AE റൈസ് ടു B/T എന്നാണ് അതിൻ്റെ ആ ഒരു റിലേഷൻ വരുന്നത്. എയും ബിയും കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ലോഗരിതം എടുക്കുമ്പോൾ നമുക്ക് ln ഈറ്റ ഈസ് ഈക്വൽ ടു ln A പ്ലസ് B/T എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈറ്റ വാല്യൂ കുറയുകയാണ് ചെയ്യുക. ഓക്കെ, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, റീസൺ പഠിച്ചു വെച്ചോണേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ
ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ കുറയും. സോ മോളിക്യൂൾസ് ക്യാൻ മൂവ് ഈസിലി. ഹൈ ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ ആണ് വിസ്കസ് ഫ്ലൂയിഡ്സിന്റെ കേസിൽ ഉണ്ടാവുക. ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഇന്റർമോളിക്കുലാർ അട്രാക്ഷന്റെ എഫക്റ്റ് കുറഞ്ഞ് അതിന് ഈസിലി മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഗ്യാസിന്റെ കേസും കൂടെ പറഞ്ഞേക്കാം. ചിലപ്പോൾ എക്സാമിന് ഗ്യാസ് എടുത്തി നോക്കി നമ്മൾ എന്ത് പഠിച്ചോണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്ന മാത്രം പഠിച്ചുകൊണ്ട് പോകും. അത് ലിക്വിഡ്സിന്റെ കേസിൽ മാത്രമാണ്. ഗ്യാസിന്റെ കേസിൽ നേരെ തിരിഞ്ഞാണ് വരിക. അതും തിരിഞ്ഞു പോരുത് കേട്ടോ. ജനറലി ടെമ്പറേച്ചർ കൂട്ടിയ വിസ്കോസിറ്റി കുറയുന്ന പഠിക്കരുത്. ലിക്വിഡ്സിൽ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, ഗ്യാസിൽ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പഠിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിലബസിൽ അവർ ഉദ്ദേശിക്കുന്നത് ലിക്വിഡ്സിൽ എങ്ങനെ അഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ എക്സാമിനർ വിചാരിക്കുന്നത് എനിക്ക് പിന്നെ ഗ്യാസിലെ ചോദിച്ചു കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിന്റെ കേസിൽ വിസ്കോസിറ്റി കൂടും വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക ഗ്യാസിന്റെ കേസിൽ. ഓർത്ത് വെച്ചോണം കേട്ടോ. റീസൺ എന്താണ്? ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുമ്പോൾ മോളിക്കുലാർ സ്പീഡ് ആൻഡ് ഹെൻസ് ട്രാൻസ്ഫർ ഓഫ് മൊമെന്റം ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ദ ഗ്യാസസ്. ഓക്കെ, മോളിക്കുലാർ സ്പീഡും ട്രാൻസ്ഫർ ഓഫ് മൊമെന്റും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഗ്യാസസിന്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ അല്ലെ? നെക്സ്റ്റ്, മോളിക്കുലാർ ഫോഴ്സുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അഡ്ഹസീവ് ഫോഴ്സ്, രണ്ട് കൊഹസീവ് ഫോഴ്സ്. ഓക്കെ, അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പറ്റി പിടിക്കാനുള്ള കഴിവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ്. പേപ്പർ ആൻഡ് ഗം, പോയിന്റ് ആൻഡ് വോള്, ചോക്ക് ആൻഡ് ബോർഡ്, നെയിൽ ആൻഡ് ഹാമർ, ഇതൊക്കെ ഒരു അഡ്ഹസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണോ? കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ദ സെയിം സബ്സ്റ്റൻസ്. ഒരേ സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, മെർക്കുറി മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, ഓൾ ഓഫ് ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് കൊഹസീവ് ഫോഴ്സ്. ഈ നമ്മൾ സോളിഡ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഫോഴ്സ് ഓഫ് കൊഹഷൻ ഈസ് മാക്സിമം ഫോർ സോളിഡ്, ലെസ്സർ ഇൻ ലിക്വിഡ്. ഓക്കെ, എടാ അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കണേ. കൊഹസീവ് ഫോഴ്സ് സോളിഡ്സിലാണോ ലിക്വിഡ്സിലാണോ കൂടുതൽ സോളിഡ്സിലാണ്. അതിന്റെ പെർമനന്റ് ഷേപ്പ് നിലനിർത്താൻ തന്നെ കൊഹസീവ് ഫോഴ്സ് സഹായിക്കുന്നുണ്ട്. അത് ലിക്വിഡ്സിന്റെ കേസിൽ കൊഹസീവ് ഫോഴ്സ് കുറവായിരിക്കും. അതിന്റെ ഏറ്റവും കുറവായിരിക്കും ഗ്യാസിൽ. ഓക്കെ, അതുകൊണ്ട് സോളിഡ് ഹാവ് ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. സോളിഡ്സിന് എന്തുണ്ട്? വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള സൈസും ഉണ്ട്, സോളിഡ്സിന് വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും ഉണ്ട്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ്, എന്താണ് ഫ്ലോ എന്ന് പറയുന്നത്? ഇത് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ഫ്ലോനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന് സ്ട്രീം ലൈൻ ഫ്ലോ, രണ്ട് ടർബുലന്റ് ഫ്ലോ. എന്തൊക്കെയാണ്? സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആൻഡ് ഓർഡർലി ഫ്ലോനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ. വളരെ സ്റ്റഡി ആയിട്ടും വളരെ ഓർഡർലി ആയിട്ടുമുള്ള ഒരു ഫ്ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ. ഈ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് റെഗുലർ മാനറിലുള്ള ഒരു ഫ്ലോ ആണ്. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഫ്ലോ ആണ്? വളരെ റെഗുലർ ആയിട്ടുള്ള മാനറിലുള്ള ഒരു ഫ്ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രീം ലൈൻ ഫ്ലോ. എന്താണ്? സ്ട്രീം ലൈൻ ഫ്ലോ. നെക്സ്റ്റ്, രണ്ടാമത്തെ ഫ്ലോ ആണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. അത് ഡിസോർഡർലി സിക്സാക് മാനറിലുള്ള ഒരു ഫ്ലോ ആണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. അതൊരു ഇറഗുലർ ഫ്ലോ ആണ്. ഓക്കെ, ഈ സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ എന്നാണ് വിളിക്കുക. ഓക്കെ, നോക്കാം. അപ്പൊ എന്താണ് റെയ്നോൾഡ്സ് നമ്പർ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇൻഡിക്കേറ്റ്സ് വെദർ ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ ഓർ ടർബുലന്റ്. ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഓർഡേർഡ് ആയിട്ടുള്ള സ്ട്രീം ലൈൻ ഫ്ലോ ആണോ അതോ ഡിസോർഡേർഡ് ആയിട്ടുള്ള സിക്സാഗ് ആയിട്ടുള്ള ടർബുലന്റ് ഫ്ലോ ആണോ എന്ന് തീരുമാനിക്കുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്. ദ വാല്യൂ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 2000 then it will be a streamline flow. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 2000 ആണെങ്കിൽ അതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. ഓക്കെ, സോ ഈ 2000നും ഗ്രേറ്റർ ദാൻ 2000 ആ ഒരു ബിറ്റ്വീൻ റേഞ്ചിനെ നമുക്ക് ടർബുലന്റ് ഫ്ലോ എന്ന് പറയാം. പക്ഷെ നമ്മൾ പർട്ടിക്കുലർലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ റെയ്നോൾഡ്സ് നമ്പറിന്റെ കേസിൽ 4000 എബോവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ടർബുലന്റ് ഫ്ലോ നമുക്ക് കിട്ടുക. ഈ ബിറ്റ്വീൻ 2000 ആൻഡ് 4000 ഉണ്ടല്ലോ, ബിറ്റ്വീൻ 2000 ആൻഡ് 4000 ആ ഒരു ഫ്ലോനെ നമ്മൾ വിളിക്കുക ട്രാൻസിഷൻ റീജിയൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അതായത് ഈ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ നമ്മൾ അതിനെ ലാമിനാർ ഫ്ലോ എന്നോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്നോ ആണ് വിളിക്കുക. സ്ട്രീം ലൈൻ.
അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയ്ക്ക് ഈ റെയ്നോൾഡ്സ് നമ്പറിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. ലെസ് ദാൻ 2000 ആണ്. ശരിക്കും ഈ റെയ്നോൾഡ്സ് നമ്പർ ബിറ്റ്വീൻ 2000 ആൻഡ് 4000, 2000-നും 4000-നും ഇടയിൽ നമ്മൾ അതിനെ ട്രാൻസിഷൻ റീജിയൻ എന്നാണ് വിളിക്കുക. ട്രാൻസിഷൻ റീജിയൻ. ഓക്കെ. പക്ഷെ ഗ്രേറ്റർ ദാൻ 2000 നമ്മുടെ ഓപ്ഷനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടർബുലന്റ് റീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ ദാൻ 2000 ആണ് സെലക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ എങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും. ഗ്രേറ്റർ ദാൻ 4000 ഒന്നും ഇല്ല, 2000-ന്റെ കണക്കിൽ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 2000 ഒരിക്കലും വരില്ല എന്നുള്ള അർത്ഥത്തിൽ ഗ്രേറ്റർ ദാൻ 2000 നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും, ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 2000 നമുക്ക് ടർബുലന്റ് ഫ്ലോയുടെ കേസിൽ പെടുത്താം. കാരണം ഇതിന് കറക്റ്റ് ഒരു ഏകദേശ നമ്പർ ആണ് ഇതെന്ന് പറയുന്നത്. അതിന് ഇൻ ബിറ്റ്വീൻ എന്നുള്ളതാണ്. ഒരു ട്രാൻസിഷൻ റീജിയനിൽ എവിടെ വേണമെങ്കിലും ഇത് സംഭവിക്കാം. ഓക്കെ. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2000 എന്ന് ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ നമ്മൾ അതിനെ ടർബുലന്റ് എന്ന് വിളിക്കും. ഓർത്ത് വെച്ചോ കേട്ടോ. ഈ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. വി സി ഇൻറ്റു റോ ഇൻറ്റു ഡി ബൈ ഈറ്റ. വി സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയും. ക്രിട്ടിക്കൽ വെലോസിറ്റി അതായത് ഈ സ്ട്രീം ലൈൻ ടർബുലന്റ് ആയിട്ട് മാറുന്ന ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ഓക്കെ. ആ ക്രിട്ടിക്കൽ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, വി സി എന്ന് പറയുന്നത്. ആൻഡ് റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഡി എന്ന് പറഞ്ഞ ആ വെള്ളം കടന്നു പോകുന്ന ട്യൂബിന്റെ ഡയാമീറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇവിടെ ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഇവിടെ എച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതൊന്ന് ഈറ്റ ആക്കിക്കോണേ. ഈറ്റ ആണ് കേട്ടോ. ഈറ്റ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഈറ്റ ഇസ് ദി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. സോ ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ ആണല്ലോ, പ്രശ്നമില്ലല്ലോ. യെസ്. നെക്സ്റ്റ് എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നുള്ളത് നോക്കാം. The maximum velocity with which streamline flow is converted into turbulent flow is known as critical velocity. ക്രിട്ടിക്കൽ വെലോസിറ്റി നമ്മൾ ഈ ഒരു കൺവേർഷൻ, ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ പോയിന്റ് ആണ്. ഇപ്പം നമ്മൾ മാത്സ് പഠിക്കുമ്പോഴത്തേക്കിനും മാക്സിമം മിനിമം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം മാക്സിമം മിനിമം വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഈ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഒരു ഫംഗ്ഷൻ മാക്സിമം മിനിമം ആവുന്നത്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് അതൊരു ട്രാൻസിഷൻ പോയിന്റ്. അതൊരു ആ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി മാറുന്ന ഒരു പോയിന്റ് ആണ്. അത് ഇൻക്രീസ് ആവുന്ന ഫംഗ്ഷൻ മേ ബി ആ പോയിന്റിൽ മാക്സിമത്തിൽ പോയിട്ട് അതിനുശേഷം ഡിക്രീസ് ആവാം. അങ്ങനെ ആ ഫംഗ്ഷന് മാറ്റം വരുന്ന ഒരു പോയിന്റ്. അതേപോലെ തന്നെയാണ് ഇപ്പം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇപ്പം നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ കേസ് എടുക്കാം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ ഈ മെർക്കുറി പോലെയുള്ള ആളുകൾ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നോർമൽ കണ്ടക്ടറിൽ നിന്നും സൂപ്പർ കണ്ടക്ടറിലേക്ക് മാറുന്ന ആ ഒരു ടെമ്പറേച്ചർ, അതിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതേപോലെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രീം ലൈൻ ഫ്ലോയിൽ നിന്നും ടർബുലന്റ് ഫ്ലോയിലേക്ക് മാറുന്ന ആ ഒരു പോയിന്റ് ഓഫ് വെലോസിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നുള്ള പേരിട്ട് വിളിക്കുക. ദ മാക്സിമം വെലോസിറ്റി വിത്ത് വിച്ച് സ്ട്രീം ലൈൻ ഫ്ലോ ഈസ് കൺവേർട്ടഡ് ടു ടർബുലന്റ് ഫ്ലോ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ക്രിട്ടിക്കൽ വെലോസിറ്റി വി സി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്നുള്ളത് നോക്കാം. ലോ ഓഫ് ഫ്ലോട്ടേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ ബോഡി വിൽ ഫ്ലോട്ട് ഇൻ എ ലിക്വിഡ് if the weight of the liquid is displaced by submerged or immersed part is equal to total weight of the body. ഇത് തന്നെയാണ് ആക്ച്വലി നമ്മൾ നേരത്തെ പഠിച്ച എന്തെന്ന് പറയുന്നത്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ശരിയല്ലേ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇത് തന്നെയല്ലേ? അത് തന്നെയാണ്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് കീ പോയിന്റ്സ് ഓഫ് ഫ്ലോട്ടേഷൻ നോക്കിയോളൂ. When the object float, the downward pull of gravity equal to upward beyond force. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് നോട്ടേണ്ടത്. നെക്സ്റ്റ് നോക്കണേ, ഈക്വൽ വെയ്റ്റ്സ്, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ്. ഓക്കെ, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ്. നെക്സ്റ്റ് ബാലൻസ്ഡ് ഫോഴ്സസ്, ദ അപ്വേർഡ് പുഷ് ഓർ അപ് ത്രസ്റ്റ് മാച്ചസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയല്ലേ, ഓർമ്മ ഒന്നുമല്ലോ എല്ലാവർക്കും. Then density rule, object floats, overall density is less than equal to density of the fluid. അപ്പോഴാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഈ പോയിന്റ് പറഞ്ഞല്ലേ, ഈ 3 പോയിന്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ 3 പോയിന്റുകൾ ചേർത്ത് വെച്ച് ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ.
നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ്. ഇതിനെയാണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് പാസ്കൽസ് ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് നോക്കി വെച്ചോണം കേട്ടോ. പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് continuous fluid in equilibrium, the pressure applied at any point is transmitted equally to every other point of the fluid. അതായത് നമ്മളൊരു ഫ്ലൂയിഡ് ഇങ്ങനെ വെച്ചേക്കാണെന്ന് വിചാരിക്കുക. നമ്മളൊരു പ്രഷർ കൊടുത്താൽ എവിടെയാണ് ഈ ഫ്ലൂയിഡിൽ പ്രഷർ അഫക്റ്റ് ചെയ്യാന്നുള്ളൊരു പർട്ടിക്കുലർ പോയിന്റ് ഇല്ല. ത്രൂ ഔട്ട് ഈക്വൽ ആയിട്ട് എല്ലാ പോയിന്റിലും എന്ത് ചെയ്യും, ആ പ്രഷർ പോകും. ഓക്കെ, അതായത് ഒരു കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം ആണെന്ന് വിചാരിക്കുക. ഒരു പ്രഷർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു എവരി അതർ, അതായത് എല്ലാ പോയിന്റിലേക്കും ആ പ്രഷർ പോകും. ഈ ഫ്ലൂയിഡിലുള്ള എല്ലാ പോയിന്റിലേക്കും ആ പ്രഷർ പോകും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അതായത് ഒരു പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ട് എല്ലാ പോയിന്റ്സിലും ഒരേപോലെ ആ പ്രഷർ ചെല്ലും. അതിന് ഏറ്റവും വലിയ ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. നമ്മൾ ഈ കാറൊക്കെ പൊക്കാനായിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് ഉപയോഗിക്കുക. അതായത് ഈ ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇവിടെ ഒരു കാർ നമ്മൾ വെക്കുന്നു, ഇവിടെ ഒരു മാസ് നമ്മൾ കൊടുക്കുന്നു, ഇവിടെ ഒരു പിസ്റ്റൺ വെക്കുന്നു, ഇവിടെ നമ്മൾ ഒരു പ്രഷർ കൊടുക്കുന്നു, ഇവിടെ ഒരു പ്രഷർ കൊടുക്കുന്നു. ഇവിടെ ഈ ചെറിയ ഏരിയയിൽ കൊടുക്കുന്ന പ്രഷർ ഈ വലിയ ഏരിയയിലുള്ള കാറിനെ പൊക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു കാറിനെ വരെ അത് അത്രയും മാസ് നമുക്ക് അവിടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ. കാരണം ഇവിടെ കൊടുക്കുന്ന അതേ പ്രഷർ തുല്യമായിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ആവും. ഇവിടെ എന്ത് പ്രഷറാണോ കൊടുക്കുന്നത്, ഈ വെള്ളം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ആ ഓരോ പോയിന്റിലും ഇതേ ഈക്വൽ പ്രഷർ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ആവും. കിട്ടിയോ? ഓക്കെ, അതായത് പ്രഷർ അപ്ലൈഡ് ടു ദ ക്ലോസ്ഡ് ലിക്വിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ആൻഡ് അൺഡിമിനിഷ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻ. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. അതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. When pressure applied to an enclosed liquid, it is transmitted equally and undiminished in all direction. ഈക്വൽ ആയിട്ടും അൺഡിമിനിഷ്ഡ് ആയിട്ടും എല്ലാ ഡയറക്ഷനിലും അതെന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇനി വായിച്ചു നോക്കിയാടാ. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ദി ഹെവി ലോഡ് ലിഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാർ ലിഫ്റ്റ് ചെയ്യാൻ, ഹൈഡ്രോളിക് ബ്രേക്കുകൾ, ഡെന്റിസ്റ്റ് ചെയർ, ഇതൊക്കെ ഇതിന്റെ എന്തിന്റെ ആപ്ലിക്കേഷനാണ്, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ആപ്ലിക്കേഷനാണ്. ഓൾ ഡിവൈസസ് ആർ മേക്ക് യൂസ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇറ്റ്സ് വർക്കിംഗ് ബേസ്ഡ് ഓൺ ദ പാസ്കൽസ് ലോ. ഓക്കെ, നോക്കിക്കോ. ഇവിടെ A1 ഉണ്ട്, A2 എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമുക്ക് F1 ആയിട്ട് എടുക്കാം. ഇവിടെ കിട്ടുന്ന ഫോഴ്സ് നമുക്ക് F2 ആയിട്ട് എടുക്കാം. ഓക്കെ, F1 F2. ഇനി pressure is applied to an enclosed liquid, it transmitted equally and undiminished in all direction ആണെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ P1, ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രഷർ P2. ആ പ്രഷർ ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. P1 ഈക്വൽ ടു P2. അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. F1 by A1 is equal to F2 by A2. ശരിയല്ലടാ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം, F2 is equal to F1 by A1 into A2 എന്ന് നമുക്ക് പറയാം. ഇതാണ് അതിന്റെ കീ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഈ രണ്ടാമത്തെ ഏരിയയിൽ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഇവിടെ ഈ ഏരിയ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഏരിയ 1 ആണ്. ഏരിയ 2 ഗ്രേറ്റർ ദാൻ ഏരിയ 1 ആണ്. ഏരിയ 2 ഈസ് ഗ്രേറ്റർ ദാൻ ഏരിയ 1 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു വലിയ ഫോഴ്സ്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഫോഴ്സ് ആണെങ്കിലും ഈ ഏരിയനെ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ഏരിയ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താണ്, ഈ F1 എന്ന് പറയുന്ന ഒരു ചെറിയ ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിലും അത് ഈ ഏരിയനുമായിട്ട് മൾട്ടിപ്ലൈ, A1 വളരെ ചെറുതാണ്, അപ്പോൾ ഇത് A2-നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു വലിയ നമ്പർ ആവും അപ്പോൾ ആ F2 എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ കിട്ടും. ഒരു വലിയ ഫോഴ്സ് നമുക്ക് ഇപ്പുറത്ത് കിട്ടും. A2-ന്റെ പ്ലേസിൽ ഒരു വലിയ ഫോഴ്സ് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ കൊടുക്കുന്നത് ഒരു ചെറിയ ഫോഴ്സ് ആണെങ്കിലും ഇപ്പുറത്ത് നമുക്ക് ഇവിടെ ഏരിയയും കുറവാണ്, ഇപ്പുറത്ത് കിട്ടുന്നത് കാരണം ആ പ്രഷർ ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത് കൊണ്ട് ഇപ്പുറത്ത് നമുക്ക് കിട്ടുന്നത് ഒരു വലിയ ഫോഴ്സ് ആയിരിക്കും. ആ ഫോഴ്സ് കാറിനെ പൊക്കാനായിട്ടുള്ള ശക്തിയുള്ള ഫോഴ്സ് ആയിരിക്കും. ഐഡിയ പിടികിട്ടിയോ? ഇതിനകത്ത് രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്, എയും ബിയും. ക്രോസ് സെക്ഷൻ ഏരിയ A1 A2. സിലിണ്ടേഴ്സ് ആർ ഫിൽഡ് വിത്ത് പിസ്റ്റൺസ് P1 ആൻഡ് P2. ഇതാണ് അതിന്റെ പിന്നിൽ നടക്കുന്ന സംഭവം. ഓക്കെ, സ്മോൾ ഫോഴ്സ് ഓൺ ദ സ്മോൾ പിസ്റ്റൺ produces a large force on the large piston. What is the conclusion here? Conclusion ഒന്ന് നോട്ട് ചെയ്തോണേ. കൺക്ലൂഷൻ എന്താണ്? അത് ഈ ഇക്വേഷൻ വെച്ചാണ് അത് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തോണം.
small force on the small piston produces a large force on large piston. ഓക്കെ, ആ സ്മോൾ പിസ്റ്റണിലേക്കുള്ള സ്മോൾ ഫോഴ്സ് ലാർജ് പിസ്റ്റണിൽ ഒരു ലാർജ് ഫോഴ്സ് വരും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, പാസ്കൽസ് ലോ എന്ന് പറയും. ക്ലിയർ ആണല്ലോടാ, പ്രശ്നമില്ലല്ലോ. ഇനി സ്റ്റോക്സ് ഫോർമുല. നമ്മൾ നേരത്തെ ഈറ്റയുടെ ഡയമെൻഷൻ ഡിറൈവ് ചെയ്യാൻ ഇക്വേഷൻ എഴുതിയ ഓർമ്മയുണ്ടോ? ഇക്വേഷനാണ് സ്റ്റോക്സ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ദ എക്സ്പ്രഷൻ ഫോർ വേരിയസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സ്പെറിക്കൽ ബോൾ ഓഫ് റേഡിയസ് ആർ മൂവിംഗ് ത്രൂ viscous medium of coefficient of viscosity eta with velocity v is given by f is equal to 6 pi eta rv. Okay, where r is the radius of the ball and v is the velocity. Eta is the coefficient of viscosity and f is the viscous force. ഫോർമുല മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് എന്താണ് ടെർമിനൽ വെലോസിറ്റി? ടെർമിനൽ വെലോസിറ്റിയെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മഴ പെയ്യുന്ന കേസ് ഓർത്താൽ മതി. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്, ഒരു മഴത്തുള്ളി മേഘത്തിൽ നിന്ന് വരുന്ന ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അതിനൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി അക്വയർ ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ വെലോസിറ്റി ഭയങ്കര ഹൈ വെലോസിറ്റിയിലല്ലല്ലോ മഴത്തുള്ളി വീണ് ആർക്കും പ്രശ്നമൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ. അതേപോലെ എന്താണ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അക്വയർ ചെയ്ത് ഒരു മീഡിയം വെലോസിറ്റി, ആ വെലോസിറ്റി മഴത്തുള്ളി വന്ന് വീഴുന്ന ആ വെലോസിറ്റിനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുക. ശരിയല്ലേ? അതായത് മാക്സിമം ആണ്, പക്ഷെ കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേരി ചെയ്യത്തില്ല, അതിന് ഒരു പരിധിക്കപ്പുറം കൂടാൻ പറ്റത്തില്ല. അതായത് അത് കോൺസ്റ്റന്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അത് അവിടുന്ന് പുറപ്പെടുന്ന വെലോസിറ്റിയിലല്ല ഇവിടെ വന്ന് വീഴുന്നത്. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അക്വയർ ചെയ്തിട്ടാണ് മഴത്തുള്ളി ഇവിടെ വന്ന് വീഴുന്നത്. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി എന്നുള്ള വിളിക്കുക. ദ മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റി അക്വയർഡ് ബൈ ബോഡി വൈൽ falling freely through a viscous medium is called terminal velocity. ഇനി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ നോക്കിക്കേ. റെയിൻ ഡ്രോപ്സ് ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി ഡസ് നോട്ട് അക്വയർ വെരി ഹൈ വെലോസിറ്റി. വൈ? അതായത് റെയിൻ ഡ്രോപ്സ് ഒരു വളരെ വലിയ വെലോസിറ്റിയിലല്ല മണ്ണിൽ വന്ന് പതിക്കുക. അല്ലെങ്കിൽ നമ്മൾ മഴയത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു ബുള്ളറ്റ് വരുന്ന പോലെ ആണോ ഇത് വരുന്നത്? നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും എന്താണ് നോർമലി നിൽക്കുമ്പോഴത്തേക്കിനും അത്ര നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വെലോസിറ്റി ആണോ അത്? അല്ല. നോക്കണേ, ആഫ്റ്റർ ഫോളിങ് ത്രൂ എ സർട്ടൈൻ ഡിസ്റ്റൻസ് റെയിൻ ഡ്രോപ്പ് അക്വയർ എ ടെർമിനൽ വെലോസിറ്റി. ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിന് ശേഷം റെയിൻ ഡ്രോപ്സിന് എന്ത് അക്വയർ ചെയ്യും? ഒരു ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്യും. It can be shown that terminal velocity of the raindrops is proportional to the radius, particularly square of radius. This proportionality relation is very important for problems also. Terminal velocity is directly proportional to square of radius. ഓക്കെ, ഇത് നമുക്ക് ഡിറൈവ് ചെയ്ത് പഠിക്കാനുണ്ട്. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? സ്ക്വയർ ഓഫ് റേഡിയസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഡസ്റ്റ് പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ, ഇത് രണ്ടും NCERT പറയുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. ഡസ്റ്റ് പാർട്ടിക്കിൾ സെറ്റ് ഡൗൺ ഇൻ എ ക്ലോസ്ഡ് റൂം. അതിന് കാരണം വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ടെർമിനൽ വെലോസിറ്റി. ഡു ക്ലൗഡ്സ് സീം ഫ്ലോട്ടിംഗ് ഇൻ ദ സ്കൈ. ആകാശത്ത് മേഘങ്ങൾ ഒഴുകി നടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. അതിന് കാരണം ടെർമിനൽ വെലോസിറ്റി. ഈ രണ്ട് പ്രതിഭാസങ്ങളുടെ കാരണം ടെർമിനൽ വെലോസിറ്റി ആണ്. നോക്കാം. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അപ്പോൾ ഇതെന്താ കാരണം എന്നുള്ളത് പഠിച്ചു വെച്ചോണം. നമുക്ക് NCERT പോയിന്റ് ഔട്ടഡ് എക്സാമ്പിൾസ് ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ടാണ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ ദ സ്പിയേഴ്സ് ഓഫ് സ്മോൾ റേഡിയൈ ആഫ്റ്റർ അക്വയറിംഗ്. വളരെ ചെറിയ റേഡിയസ് ഉള്ള സ്പിയേഴ്സ് ആണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ആഫ്റ്റർ അക്വയറിംഗ് ദ ടെർമിനൽ വെലോസിറ്റി ഇറ്റ് ഫോൾ ത്രൂ എയർ വിത്ത് യൂണിഫോം സ്പീഡ്. അത് ഒരു ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്ത് എയറിൽ ഫോൾ ചെയ്യുന്നു വിത്ത് യൂണിഫോം സ്പീഡ്. ഈ ടെർമിനൽ വെലോസിറ്റി ഫോർ ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ഈസ് വെരി സ്മോൾ. ദേ സെറ്റിൽ ഡൗൺ ഇൻ എ ക്ലോസ്ഡ് റൂം ആഫ്റ്റർ സം ടൈം. കാരണം ടെർമിനൽ വെലോസിറ്റി റേഡിയസ് വളരെ കുറവായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, ഇനി ക്ലൗഡ്സ് എന്തുകൊണ്ടാണ് ആകാശത്ത് ഒഴുകി നടക്കുന്ന പോലെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത്? Terminal velocity of a spherical ball falling through viscous medium is directly proportional to its radius, particularly the square of the radius.
Hence, terminal velocity of a small drop of water occurs the velocity much more but much before reaching the earth and are seen to float in the sky in the form of എന്താണ് clouds. Okay, അതുകൊണ്ട് terminal velocity of a small drop of water occurs a velocity much before reaching the earth and seen to float in the sky in the form of എന്താണ് clouds. സോ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒരു റൂമിൽ സെറ്റ് ചെയ്യുന്ന കാരണവും ആകാശത്ത് മേഘങ്ങൾ ഒഴുകി നടക്കുന്നത് പോലെ നമുക്ക് തോന്നാനുള്ള കാരണവും പ്രധാനമായിട്ടും എന്താണ്? ബിക്കോസ് ഓഫ് ദിസ് ടെർമിനൽ വെലോസിറ്റി. NCERT എക്സാമ്പിൾസ് ആണ്, നോക്കി വെച്ചോണേ. ഇനി എക്സ്പ്രഷൻ ഫോർ എന്താണ്? ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, ഒരു സ്ഫിയർ അതിന്റെ ടെർമിനൽ വെലോസിറ്റി അക്വയർ, സ്പെറിക്കൽ ബോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണല്ലോ നമ്മൾ ടെർമിനൽ വെലോസിറ്റി പറയുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. when a sphere acquire terminal velocity, its acceleration becomes zero. Its acceleration becomes സീറോ. ഒരു സ്ഫിയർ ടെർമിനൽ വെലോസിറ്റി അക്വയർ ചെയ്താൽ അതിന്റെ ആക്സലറേഷൻ സീറോ ആയിരിക്കും. ആക്സലറേഷൻ സീറോ ആയിക്കഴിഞ്ഞാൽ വെയിറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? വെയിറ്റ് എന്ന് പറയുന്നത് ബിയോണ്ട് ഫോഴ്സ് പ്ലസ് വിസ്കസ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ബിയോണ്ട് ഫോഴ്സ് പ്ലസ് വിസ്കസ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്നത് സ്ഫിയർ ആണ്, 4/3 പൈ ആർ ക്യൂബ് റോ ജി. അതെങ്ങനെയാണോ ഇക്വേഷൻ വരുന്നത്? നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. ആ വോളിയത്തിന്റെ ഇക്വേഷൻ കൊടുത്താൽ മതി, 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ എന്ന് വരും. ശരിയല്ലേ? ഇനി ഇൻറ്റു എന്ത് വരും? 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ ഇൻറ്റു mg അല്ലേ ഇക്വേഷൻ. അപ്പോൾ അതിന്റെ ഒരു ജിയും കൂടെ വരും. ശരിയല്ലോ? W is equal to mg അല്ലേ? മാസിന് പകരം എന്ത് കൊടുക്കാം? റോ വി കൊടുക്കാം ഇൻറ്റു ജി. ആ റോയ്ക്ക് പകരം 4/3 പൈ ആർ ക്യൂബ് കൊടുക്കാം ഇൻറ്റു എന്താണ്? ഡെൻസിറ്റി 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ ഇൻറ്റു ജി. വോളിയത്തിന് പകരം 4/3 പൈ ആർ ക്യൂബ് കൊടുക്കാം ഇൻറ്റു റോ ഇൻറ്റു ജി. പിടികിട്ടിയോ? സോ ദിസ് ഈസ് ദ ഫോർമുല. എങ്ങനെ വന്ന കഥ പിടികിട്ടിയല്ലോ? മനസ്സിലായല്ലോ? സോ വെയിറ്റിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി ബിയോണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയോണ്ട് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും വിസ്കസ് ഫോഴ്സ് എന്താണെന്ന് അറിയാം. 6π ηRV ആണ്. 6π ηRV ആണ് വിസ്കസ് ഫോഴ്സ്. ബിയോണ്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതേ കണക്ക് തന്നെ താഴെ നിന്നുള്ള ഫോഴ്സ് അല്ലേ, 4/3 പൈ ആർ ക്യൂബ്. അതിനെ റോ, അവിടുത്തെ ഡെൻസിറ്റി നമുക്ക് റോ എൽ ആയിട്ട് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ റോ എഫ് ആയിട്ട് ചില ടെക്സ്റ്റിലുണ്ട്, അല്ലെങ്കിൽ റോ എൽ ആയിട്ട് എടുക്കാം ഇൻറ്റു ജി. ഓക്കെ, സോ 4/3 പൈ ആർ ക്യൂബ് ജി ഇൻറ്റു റോ മൈനസ് റോ എൽ ഇസ് ഈക്വൽ ടു 6π ηRV. അവിടെ നമുക്ക് ഈ 6π ηRV അല്ലേ, ഈ വെലോസിറ്റിനെ നമുക്ക്, ഈ വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ RVT എന്ന് കൊടുക്കുക കേട്ടോ, അപ്പോൾ നമ്മൾ എളുപ്പം ഉണ്ടാവും. ഈ VT എന്നുള്ള ടെർമിനൽ വെലോസിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഈ 6π ηR കൂടെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് എടുക്കാം. അവിടുന്ന് ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 4 ഉണ്ട്, പൈ ഉണ്ട്, ആർ ക്യൂബ് ഉണ്ട്, ജി ഉണ്ട്. 4π ആർ ക്യൂബ് ജി ഇൻറ്റു റോ മൈനസ് റോ എൽ ഡിവൈഡഡ് ബൈ താഴെ ആരും വരുവാ, ഒരു 3 ഉണ്ട്, 6π ηR കൂടെ വരും. 3 ഇൻറ്റു 6π ηR. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാനുള്ളവരൊക്കെ കട്ട് ചെയ്യാം. നമുക്കിവിടെ 4 കട്ട് ചെയ്ത 2 ആക്കാം, 6 കട്ട് ചെയ്ത 3 ആക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഒരു പൈയും നമുക്ക് കട്ട് ചെയ്യാം. നമുക്കൊരു 6ഉം ക്യൂബൂടെ കട്ട് ചെയ്ത് സ്ക്വയർ ആക്കാം. ശരിയാണല്ലോ? പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഒരു 2 ഉണ്ട്, ആർ സ്ക്വയർ ഉണ്ട്, ജി ഉണ്ട്, റോ മൈനസ് റോ എൽ ഉണ്ട്, ഡിവൈഡഡ് ബൈ 9 ഉണ്ട്, ഒരു ഈറ്റ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ
expression for terminal velocity. Terminal velocity equal to 2/9 r square g into r square into ഇങ്ങനെയാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് rho minus rho l into g. Okay, Vt is equal to 2/9 r square into rho minus rho l into g. So this is the expression for terminal velocity, and from this expression clearly we can say that terminal velocity is directly proportional to r square. So this is the proportionality relation in എന്താണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ആർ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. Terminal velocity of a spherical body is directly proportional to the square of the radius. Clear ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ടെർമിനൽ വെലോസിറ്റി ഇതിന് വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റ റോ എന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പം ചുരുക്കി ഒന്നുകൂടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് 2/9 r സ്ക്വയർ g ഇൻറ്റു ഡെൽറ്റ റോ, അല്ലെങ്കിൽ r സ്ക്വയർ ഡെൽറ്റ റോ എന്ന് വേണമെങ്കിൽ ഡെൽറ്റ റോ ചേഞ്ച് ഇൻ റോ ആണല്ലോ ഡെൽറ്റ റോ 2/9 r square delta rho into g. Okay, ഇതാണ് terminal velocity of a spherical ball is directly proportional to square of the radius. The key point from the equation. ഇവിടെ നിന്ന് proportionality relationship വെച്ചിട്ടുള്ള questions വളരെ important ആണ്. Terminal velocity is directly proportional to square of the radius. Terminal velocity എന്ന് പറയുന്നത് റേഡിയസിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ, അഥവാ ഈ ഇക്വേഷനെ നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ A1 V1, ഒരു ഫ്ലൂയിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുക. ഒരു പൈപ്പിന്റെ ഡയമീറ്റർ കുറച്ചു, ആദ്യമുള്ള ഡയമീറ്റർ അല്ല, ഈ ഒരു പൊസിഷനിൽ എത്തിയപ്പോഴും നമ്മൾ ഡയമീറ്റർ കുറച്ചു. ഇവിടുന്ന് വെള്ളം ഈ ആരോ മാർക്ക് ഇട്ടേക്കുന്ന ഡയറക്ഷനിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്, വെള്ളം ഒഴുകുന്ന വെലോസിറ്റി V1 ആണ്. പൈപ്പിന്റെ ഡയമീറ്റർ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഏരിയ A2 ആയിട്ട് കുറഞ്ഞു, വെലോസിറ്റി V2 ആയിട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ A1 ഇൻറ്റു V1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? A2 ഇൻറ്റു V2 ഈക്വൽ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? A1 V1 ഈക്വൽ ടു A2 V2 ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ഏരിയ കുറവുള്ള സ്ഥലത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇവിടെ നമ്മൾ ഏരിയ കുറച്ച് A2 എന്ന് പറയുന്നത് ലെസ് ദാൻ A1 ആണ്. സോ അവിടെ പക്ഷെ V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ V1. ദിസ് ഈസ് ദ കൺക്ലൂഷൻ. ഇത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം. അതായത് ഏരിയ കുറവുള്ള സ്ഥലത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. ശരിയല്ലോ? ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. നമ്മൾ ഈ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാൻ നേരത്തേക്കിനും ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ടിപ്പ് ആ ഒരു ഏരിയ നമ്മൾ കൈകൊണ്ട് മറച്ച് പിടിച്ച് ആ ഒരു ഏരിയ കുറച്ച് വെലോസിറ്റി കൂട്ടാറില്ലേ ചെടിക്ക് വെള്ളം നനയ്ക്കാൻ നേരം? ശരിയല്ലോ? അത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഐഡിയ പിടിയോ? അപ്പോൾ എന്താ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് മനസ്സിലായോ? ഇത്ര ഓർത്താൽ മതി. ഇതിന്റെ പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. A1 V1 ഇസ് ഈക്വൽ ടു A2 V2. അപ്പോൾ A1ഉം V1ഉം A2 ഒക്കെ തന്നിട്ട് V2 എന്താണ്? V2ൽ ഡയമീറ്റർ കുറച്ചതിന് ശേഷമുള്ള വെലോസിറ്റി എന്താണെന്നുള്ള രീതിയിലുള്ള ചോദ്യം നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, യെസ്. ഇക്വേഷൻ ഓഫ് ഇതിന് പിന്നിലുള്ള കൺസർവേഷൻ എന്താണെന്ന് ഓർത്ത് വെച്ചോളൂ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ പിന്നിലുള്ള കൺസർവേഷൻ എന്ന് പറയുന്നത് ലോ ഓഫ്, ശ്രദ്ധിച്ചിരിക്കണേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് എന്തിന് പിന്നിലുള്ളത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിക്ക് പിന്നിലുള്ളത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിക്ക് പിന്നിലുള്ള കൺസർവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഫോർ എ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ എ പൈപ്പ്, മാസ് ഓഫ് ദ ഫ്ലൂയിഡ് എൻറ്ററിംഗ് പെർ സെക്കൻഡ് മസ്റ്റ് ബി ഈക്വൽ ദ മാസ് ലീവിംഗ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. ഐഡിയ പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് പോയ്സെല്ലീസ് ഫോർമുല എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോയ്സെല്ലീസ് ലോ ഗിവ്സ് ദി വോളിയം ഓഫ് ദ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ എ നാരോ സിലിണ്ടറിക്കൽ ട്യൂബ് അണ്ടർ എ പ്രഷർ ഡിഫറൻസ്. അതായത് ഒരു
പോയ്സൻലിസ് ലോ എന്താണ് തരുന്നത്? വോളിയം ഓഫ് എ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ എ നാരോ സിലിണ്ടറിക്കൽ ട്യൂബ്, ഒരു നാരോ ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ട്യൂബിലൂടെ കടന്നു പോകുന്ന ലിക്വിഡിന്റെ വോളിയം അണ്ടർ പ്രഷർ ഡിഫറൻസ്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫോർമുലയാണ് പോയ്സൻലിസ് ഫോർമുല, അഥവാ വോളിയം ഫ്ലോ റേറ്റ് ആയിട്ടുള്ള ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ അതിനെ ഫ്ലോ റേറ്റ് എന്ന് വിളിക്കും കേട്ടോ. വെലോസിറ്റി പെർ ടൈം ആണ്, തന്നെ വോളിയം ഫ്ലോ റേറ്റ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് പൈ r raised to 4 ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു ഈറ്റ എൽ എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. നല്ല മഴയുടെ സൗണ്ട് ഉണ്ട്, അത്യാവശ്യം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. സോ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഫ്ലോ റേറ്റ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ആ ട്യൂബിന്റെ റേഡിയസ് ആണ്. ഇത് ഓർത്ത് വെച്ചോണേ, വോളിയം ഫ്ലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r raised to 4. ടെർമിനൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r സ്ക്വയർ. ഇത് ഇങ്ങോട്ട് മാറിപ്പോരുത്. വോളിയം ഫ്ലോ റേറ്റ് അക്കോർഡിംഗ് ടു പോയ്സൻലിസ് ഫോർമുല, പോയ്സൻലിസ് ഫോർമുല അനുസരിച്ച് വോളിയം ഫ്ലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു raised to the power 4 of the radius of the tube. Terminal velocity is directly proportional to radius of the square of the sphere. Terminal velocity spherical ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് P1 മൈനസ് P2, ദാറ്റ് ഈസ് ദ പ്രഷർ ഡിഫറൻസ്. ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ട്യൂബ്. Q is equal to pi r raised to 4 into delta p by 8 eta L എന്ന് പറയുന്നതാണ് നമ്മുടെ പോയ്സൻലിസ് ഫോർമുല. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രൊപ്പോർഷണാലിറ്റീസ്: Q is directly proportional to r raised to 4, Q is directly proportional to change in pressure, Q is inversely proportional to എന്താണ്? ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അതേ കണക്ക് മറ്റേ കേസിലും ടെർമിനൽ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈറ്റ തന്നെയാണ് വരിക കേട്ടോ. Q is inversely proportional to L. Since Q is directly proportional to r raised to 4, a small change in the radius produced a very large change in the flow rate. അതായത് ആ ഫ്ലോ റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ആണല്ലോ ഇത്, പോയ്സൻലിസ് ലോ എന്ന് പറയുന്നത്. ആ വെള്ളം ഒഴുകുന്ന ട്യൂബിന്റെ റേഡിയസ് ആണ്. ആ ട്യൂബിന്റെ റേഡിയസിന് വരുന്ന ഒരു ചെറിയ വ്യത്യാസം പോലും ഫ്ലോ റേറ്റിനെ വളരെ വലുതായിട്ട് സ്വാധീനിക്കും. കാരണം റേസ് ടു ദ പവർ 4 റിലേഷൻ ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സ്മോൾ ചേഞ്ച് ഇൻ ദ ട്യൂബ് റേഡിയസ് പ്രൊഡ്യൂസസ് എ വെരി ലാർജ് ചേഞ്ച് ഇൻ ദ ഫ്ലോ റേറ്റ്. ഇപ്പൊ ട്യൂബിന്റെ റേഡിയസിന് ഉണ്ടാകുന്ന ഒരു ചെറിയ ചേഞ്ച് പോലും ഫ്ലോ റേറ്റിൽ എന്തുണ്ടാക്കും? ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കും. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പോയ്സൻലിസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. ബ്ലഡ് ഫ്ലോ റേറ്റ് ഇൻ ആർട്ടറീസ് ഹെൽപ്പ് ടു എക്സ്പ്ലെയിൻ ഹൗ ചേഞ്ചസ് ഇൻ ബ്ലഡ് വെസൽ റേഡിയസ് സ്ട്രോങ്ലി അഫക്ട് ദി ബ്ലഡ് ഫ്ലോ. നെക്സ്റ്റ്, ഫ്ലോ ത്രൂ കാപ്പിലറി റൈസ് എന്നൊക്കെ വിളിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. യൂസസ് സ്റ്റഡി വിസ്കസ് ഫ്ലോ ഇൻ ദി വെരി നാരോ ട്യൂബ്സ്. ഇനി മെഡിക്കൽ സിറഞ്ചസ് ആൻഡ് IV ട്യൂബ്സ് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് ദി എഫക്റ്റ് ഓഫ് ദ ട്യൂബ് റേഡിയസ് ലെങ്ത് ആൻഡ്, അതായത് ഈ ട്യൂബ് വഴി ഫ്ലോ ചെയ്യുന്ന കേസസ് ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷനാണ്. ആർട്ടറി നമുക്കറിയാം, ബ്ലഡ് ഫ്ലോ. ഇത് നമ്മൾ എലാസ്റ്റിസിറ്റിയുടെ കേസിൽ ആർട്ടറിയുടെ കാര്യം ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഫ്ലോ റേറ്റ് ഓഫ് കാപ്പിലറീസ്, ഇനി മെഡിക്കൽ സിറഞ്ച്, വിസ്കോമീറ്റേഴ്സ്, വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വിസ്കോമീറ്റർ, പൈപ്സ് ആൻഡ് ട്യൂബ്സിന്റെ ഒക്കെ ഡിസൈൻ യൂസ്ഫുൾ ഇൻ ഫ്ലൂയിഡ് ഫ്ലോ കാൽക്കുലേഷൻ. ഫ്ലൂയിഡിന്റെ ഫ്ലോയുടെ കാൽക്കുലേഷൻസിന് അത് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബെർണോളിസ് തിയറം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ എന്താണ് ഫ്ലൂയിഡ്, the total energy of small amount of a fluid without any friction remain constant through the flow. അതായത് 3 എനർജീസ് കൂട്ടുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ ലീഗൽ മെട്രോളജിക്ക് വന്നിരുന്നു. ഒന്നിലധികം ഓപ്ഷൻ ശരി ഉത്തരം കാണിക്കുന്നുണ്ട്, അത് PSC ഡിലീറ്റ് ചെയ്യായിരുന്നു ആ ചോദ്യം. സോ പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് നമ്മുടെ ബെർണോളിസ് തിയറം പറയുന്നത്. ഓക്കെ, ഒരു സ്ട്രീം ലൈൻ ഫ്ലോ, അതിന്റെ കേസിൽ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ കൂട്ടിയാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് മാസ് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ എടുക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ. കൈനറ്റിക് എനർജി ½ mv² ആണെന്നറിയാം. അവിടെ എമ്മിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 കൊടുക്കും. എമ്മിന് 1 കൊടുത്താൽ ½ v² ആയി, ½ v². ഇത് സ്ക്വയർ ആണ് കേട്ടോ, ഞാനിത് ഒന്ന് മണ്ടയ്ക്കോട്ട് എഴുതാം. V2 പോലെ ഉണ്ട്, ½ v² ആണേ. ഓക്കെ, നോക്കുകയാണേ.
നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം NGH. അവിടെ എമ്മിന് നമ്മൾ എന്ത് ചെയ്യുന്നു 1 കൊടുക്കുന്നു. എമ്മിന് 1 കൊടുത്താൽ GH കിട്ടും. GH കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇനി പ്രഷർ എനർജി. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് അല്ലെ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. സോറി, പ്രഷർ എനർജിയുടെ കേസ് ഒന്ന് ഞാൻ നോക്കട്ടെ. അവിടെ യൂണിറ്റ് മാസ് കൊടുക്കുമ്പോൾ പ്രഷർ എനർജിയുടെ കേസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എനർജി, പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ എനർജി പൊസസ്ഡ് ബൈ എ ഫ്ലൂയിഡ് ഡ്യൂ ടു ഇറ്റ്സ് പ്രഷർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രഷർ എനർജി എന്ന് പറയുന്നത് P ഇൻറ്റു വി ആണ്. P ഇൻറ്റു വി. ഓക്കെ, നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം. സോ അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടും. ഓക്കെ, ദെയർഫോർ പ്രഷർ എനർജി പെർ മാസിനെ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് PV ഡിവൈഡഡ് ബൈ റോ വി. അപ്പോൾ നമുക്ക് വിക്ക് നമുക്ക് കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് P ബൈ റോ എന്ന് കിട്ടും. P ബൈ റോ. അതാണ് ഇവിടെ നമുക്ക് എന്ത് വന്നത്? P ബൈ റോ എന്നുള്ള ഇക്വേഷൻ ആണ്. P ബൈ റോ. ആൻഡ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചാണ് കേട്ടോ. P ബൈ റോ പ്ലസ് GH പ്ലസ് ഹാഫ് V സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ്. P ബൈ റോ പ്ലസ് GH പ്ലസ് ഹാഫ് V സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ തിയറത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബെർണോളിസ് തിയറം. P ബൈ റോ എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്. GH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ്. V സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്. ഓക്കെ, സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സിലബസ് പ്രകാരം നോക്കണേ, നമ്മൾ എന്തൊക്കെ നോക്കിയെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. നമ്മൾ ഫ്ലൂയിഡ്സ് എന്താണെന്ന് പഠിച്ചു, അപ്ത്രസ്റ്റ് എന്താണെന്ന് പഠിച്ചു, പ്രഷർ പഠിച്ചു, പാസ്കൽസ് ലോ പഠിച്ചു, ഹൈഡ്രോളിക് ലിഫ്റ്റ് പഠിച്ചു, ബയോൺസി പഠിച്ചു, ലോ ഓഫ് ഫ്ലോട്ടേഷൻ പഠിച്ചു, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചു, സ്ട്രീം ലൈൻ ഫ്ലോ പഠിച്ചു, ടർബുലന്റ് ഫ്ലോ പഠിച്ചു, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചു, വിസ്കോസിറ്റി പഠിച്ചു, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. നമ്മുടെ ആ ഇക്വേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെലോസിറ്റി ഗ്രേഡിയന്റ് ഒക്കെ വരുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, F is equal to eta a dv by dx. ആ ഇക്വേഷൻ അതിനകത്ത് A1 dv by dx 1 ആകുമ്പോൾ eta F ആവും. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സ്റ്റോക്സ് ഫോർമുല F is equal to 6 pi eta RV. പോയ്സെല്ലിസ് ഫോർമുല നമ്മൾ ചർച്ച ചെയ്തു. അവിടെ പോയ്സെല്ലിസ് ഫോർമുലയിൽ ഫ്ലോ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു R⁴ മറന്നു പോകരുത്. അതിന്റെ ആപ്ലിക്കേഷൻ അയോട്ടയുടെ കേസ്, അങ്ങനെ 4 ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ ചർച്ച ചെയ്തു. വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡ്സിന്റെ കേസിൽ വിസ്കോസിറ്റി കുറയും. ബെർണോളിസ് തിയറം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്തും കൂടെ ഉണ്ട്? അതിന്റെ ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷനും കൂടെ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ V is equal to √2GH എന്നൊക്കെയുള്ള ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ടോറിസെല്ലിസ് തിയറം എന്നൊക്കെ പറയും. അത് ഈ ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെ 1-2 ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സർഫസ് ടെൻഷൻ, സർഫസ് എനർജി, ആംഗിൾ ഓഫ് കോണ്ടാക്ട്, കാപ്പിലറി റേസ്, എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ്, ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് സർഫസ് ടെൻഷൻ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.